എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് 10ാം തരം തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് ആണ്. അതായത് 10ാം തരം തുല്യതാ പരീക്ഷ ഈ വർഷത്തേത് 2024 ഒക്ടോബർ മാസത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. കിട്ടാത്തവരുണ്ടെങ്കിൽ, ഈ അപ്ഡേറ്റ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവരിലേക്കൊന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ പഠനം നിർത്തി വീണ്ടും 10ാം ക്ലാസ് ഒക്കെ എഴുതാൻ വേണ്ടി വന്നവരായിരിക്കാം. അപ്പൊ അത്തരം ആളുകൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എപ്പോഴാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് നടക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരം ആളുകളിലേക്കൊക്കെ നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ടൈം ടേബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇതിന് ഫീ അടയ്ക്കേണ്ടത് സെപ്റ്റംബർ 11 വരെയാണ്. ഓക്കെ, പരീക്ഷയ്ക്ക് വേണ്ടി ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് തന്നിരിക്കുന്നത് സെപ്റ്റംബർ 11 ആണ്. അതുപോലെ തന്നെ ഫൈനോട് കൂടി നിങ്ങൾക്ക് ഫീ അടക്കാൻ സാധിക്കും. ഫൈനോട് കൂടി ഫീ അടയ്ക്കേണ്ടത് 13ാം തീയതിക്കുള്ളിലാണ്. 11ാം തീയതിയാണ് ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ ഫൈനോട് കൂടി നിങ്ങൾക്ക് ഫീ അടയ്ക്കാം. അത് 13ാം തീയതിയാണ്, സെപ്റ്റംബർ 13ാം തീയതിയാണ്. അത് പ്രത്യേകമായിട്ടൊരു സമയം തന്നിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ്. ഓക്കെ, 13ാം തീയതി ലാസ്റ്റ് ഡേറ്റ് അല്ല, ഫൈനോട് കൂടി ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. അത് ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സെന്ററിലെ, നിങ്ങൾ എവിടെയാണോ പരീക്ഷ എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്, ആ പഠിക്കുന്ന സെന്ററിൽ ഓരോ സെന്ററിനും ഓരോ കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. സാക്ഷരതാ മിഷന്റെ കോർഡിനേറ്റർമാരുണ്ടാകും, അല്ലെങ്കിൽ പ്രേരകന്മാരുണ്ടാകും. ആ പ്രേരകന്മാരിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത്, പഠിതാവ് നേരിട്ട് ഓൺലൈൻ രജിസ്ട്രേഷനും അതുപോലെ തന്നെ കൺഫർമേഷനും നടത്തണമെന്നാണ്. അതിനുശേഷം അതിലൂടെ ലഭിക്കുന്ന പ്രിന്റ് ഔട്ട്, അതായത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട മറ്റു രേഖകൾ, അതായത് ഫോട്ടോയും അതുപോലെ നമ്മുടെ ആധാറിന്റെ കോപ്പി, അങ്ങനെ മറ്റു രേഖകൾ എന്തൊക്കെയാണോ പറയുന്നത് അത്തരം രേഖകളൊക്കെ സഹിതം പരീക്ഷാ കേന്ദ്രങ്ങളിൽ നേരിട്ട് പോയിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. ഓക്കെ, ഇത്രേ കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഓൺലൈൻ രജിസ്ട്രേഷനും കൺഫർമേഷനും നിങ്ങൾ നടത്തണം, നേരിട്ട് നടത്തണം എന്ന് തന്നെയാണ്. പക്ഷേ കോർഡിനേറ്ററുടെ സഹായത്തോടു കൂടി ഇത് ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ പഠനത്തിന് വേണ്ടി സഹായിക്കുന്ന, നിങ്ങൾ പഠിക്കുന്ന സെന്ററിലെ കോർഡിനേറ്ററെ നേരിട്ട് കണ്ടാൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും കോർഡിനേറ്റർമാരിൽ നിന്ന് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടുള്ള എല്ലാ വിവരങ്ങൾക്കും നിങ്ങൾ കോർഡിനേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കുക. എക്സാം നടക്കാൻ പോകുന്നത് ഒക്ടോബർ 21 മുതൽ 30 വരെയുള്ള ദിവസങ്ങൾക്ക് ഇടയിലാണ്. ഓക്കെ, അപ്പോൾ 10ാം തരം തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതട്ടെ. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഉപകരിക്കും. ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.